തീപാറും മത്സരം നടക്കുന്ന വടകരയിലും തൃശൂരും തിരുവനന്തപുരത്തും അത്യാവേശകരമായാണ് പ്രചാരണം അവസാനിച്ചത്. തലശ്ശേരിയിൽ നടന്ന വടകരയിലെ കൊട്ടിക്കലാശത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. തിരുവനന്തപുരത്തും തൃശൂരിലും സ്ഥാനാർത്ഥികൾ പ്രവർത്തകർക്ക് ആവേശം പകരാനെത്തിയിരുന്നു. വിജയം പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സാഹചര്യമാണ് 3 മണ്ഡലങ്ങളിലും. ഷാഫി പറമ്പിലിന്റെയും കെ ശൈലജയുടെയും സാന്നിധ്യത്തിൽ അവസാന മണിക്കൂറുകളിൽ ആവേശം വിതറിയാണ് 1 മാസത്തിലധികം നീണ്ടുനിന്ന പ്രചരണത്തിന് വടകരയിൽ തിരശ്ശീല വീണത്. റോഡ് ഷോയായി എത്തിയ സ്ഥാനാർത്ഥികൾ അവസാന നിമിഷം നടത്തിയ പ്രതികരണങ്ങളും തെരഞ്ഞെടുപ്പ് ചൂടിന്റെ സൂചന നൽകി. ഇത്തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുമ്പോൾ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വടകര പാർലമെന്റ് മണ്ഡലം ത്രികോണ മത്സരത്തിന്റെ വാശിയും വീറും പ്രചരണത്തിന്റെ അവസാനവും തിരുവനന്തപുരത്ത് ദൃശ്യമായി. പേരൂർക്കൽ നടന്ന കൊട്ടിക്കലാശം പ്രചരണത്തിന്റെ വൈവിധ്യം കൊണ്ടും സമ്പന്നമായിരുന്നു. തുടക്കം മുതൽ നടന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ പ്രചരണത്തിന്റെ അവസാന ദിവസവും തുടർന്നു. മിക്കവാറും മത്സരം ഞങ്ങളും BJP തമ്മിലാണ്. ഇതൊക്കെ തോൽവിയുടെ ഓരോ തെളിവാണ് സുഹൃത്തെ. തൃശൂരിൽ സ്വരാജ് റൗണ്ടിലായിരുന്നു 3 മുന്നണികളുടെയും കൊട്ടിക്കലാശം. പ്രചരണ രംഗത്തെ പോരാട്ടത്തിന്റെ ആവേശം കൊട്ടിക്കലാശത്തിലും നിറഞ്ഞു നിന്നു. കെ മുരളീധരനും VS സുനിൽകുമാറും സുരേഷ് ഗോപിയും പ്രവർത്തകർക്ക് ആവേശം പകർന്നു. ആര് മുന്നിലെന്ന് പ്രവചിക്കാൻ കഴിയാത്ത തരത്തിൽ തന്നെയാണ് തൃശൂരിലും കൊട്ടിക്കലാശം പൂർത്തിയാകുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ തങ്ങളുടേതാണെന്നുള്ള ഉത്തരം കൊട്ടിക്കലാശ ദിനത്തിലും വടകരയും തൃശൂരും തിരുവനന്തപുരവും നൽകി. ഇനി ഇതേ ആവേശത്തിൽ വോട്ടർമാരെ പോളിംഗ് ബൂത്ത് എത്തിക്കാനുള്ള ശ്രമത്തിലായിരിക്കും ഈ മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർ. വിവിധ ബ്യൂറോയിലെ റിപ്പോർട്ടർമാർക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1.